ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. റവ കൊണ്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാനിലോട്ട് 3 അച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളച്ച് ശർക്കരയൊക്കെ മെൽറ്റായി വരട്ടെ. ഇപ്പോഴത്തെ നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ഒരു ജാറിലോട്ട് 1 ഗ്ലാസ് വറുക്കാത്ത റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിതാ ഈ റവ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ഗ്ലാസ് വറുത്ത അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 വെണ്ണീർപ്പൂവിൻ്റെ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഏലയ്ക്ക തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ജാറ് കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു റവ അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പാകത്തിൽ വേണം മാവ് റെഡിയാക്കി വെക്കാൻ. ഇനി ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, റവയൊക്കെ നന്നായിട്ട് കുതിർന്ന മാവ് ഒന്നുകൂടെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലൂസാക്കി എടുക്കണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, കൂടി പോകരുത്. ഓവർ ലൂസാകാതെ അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ റവ അപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പക്കല്ല് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാ കുഴികളിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുഴികളിലെല്ലാം ഒരു ഹാഫ് ഭാഗത്തോളം മാത്രം ഓയിൽ ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഇതാ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ. ഇനി ഇതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഒരു ഭാഗമെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ റവാപ്പം കണ്ടോ നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് എടുത്ത് മാറ്റാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, പൊട്ടി പോവുകയോ എണ്ണ കുടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അടിപൊളിയായി തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പുറമേയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര സിമ്പിളായിട്ടാണ് ഈ റവപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അല്ലേ. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ചൂട് ചായക്കൊപ്പം ഇതുപോലൊരു ടേസ്റ്റി സ്നാക്ക് ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റവ അപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.